പ്രത്യേകം ഓർമ്മിപ്പിക്കാനുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വാട്സപ്പിൽ വ്യാജ സന്ദേശം എത്തിയാൽ ഒരിക്കലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യും. ഫോണിൽ ഉപയോഗിക്കുന്ന ബാങ്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പണം തട്ടും. ആലത്തൂർ സ്വദേശി മൻസൂറിന് നഷ്ടമായത് 1,85,000 രൂപയാണ്. മൻസൂറിന്റെ അക്കൗണ്ട് വഴി ലോൺ എടുക്കുകയും തുക ഹാക്കർമാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. VS രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇത്തരത്തിൽ പല ലിങ്കുകളും വരാറുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അത് പണം തട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ഒന്ന് എന്ന് പറയണം. പക്ഷേ ഏറെ ഗൗരവ സ്വഭാവമുള്ളത് തന്നെയാണല്ലേ? വിനിത, സൈബർ തട്ടിപ്പുകൾ പല പേരിൽ പല വിധത്തിൽ നടക്കുകയാണ്. അതിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ നിന്നാണെന്ന മട്ടിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് ഹാക്കർമാരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും. അവർ ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുകയും അവിടെ അതിൽ ഉള്ള ബാങ്ക് ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിൽ വരുന്ന OTPകളാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത്. പലവിധ ട്രാൻസാക്ഷൻ നടത്തും. ഇപ്പോൾ ആലത്തൂർ സ്വദേശിയായ മൻസൂറിൻ്റെ ഫോണിൽ നിന്ന് നടത്തിയ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് HDFC ബാങ്കിൽ നിന്ന് 2 തവണയായി ലോൺ എടുക്കുകയും ആ ലോൺ തുക മൻസൂറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഹാക്കർമാരുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിന് പോലും പറയാൻ പറ്റുന്നില്ല അത് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റപ്പെട്ടതെന്നുള്ളത്. അത്തരത്തിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നു. ഇതിൽ ലോൺ മാത്രമല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം തട്ടിയെടുക്കുക, മറ്റ് വ്യാപാര വാണിജ്യ സൈറ്റുകളിൽ കയറി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ഇത്തരത്തിൽ പലതരത്തിൽ ഫോണുകൾ ഹാക്ക് ചെയ്തുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് വിശ്വസനീയമെന്ന് തോന്നുന്ന കേന്ദ്രങ്ങളിൽ നിന്നുള്ള മെസ്സേജുകൾ പോലും ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഓപ്പൺ ചെയ്യാവൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സൈബർ തട്ടിപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഏക പോംവഴി.